കാഴ്ചപ്പാടില് ഞാൻ ഹീറോ ആയിട്ട് വിളിക്കുന്നത് ഷിബിന. നീയാണ് എന്റെ ഹീറോ. ഓക്കേ, സ്പെക്സ് എടുത്ത് തരട്ടെ. നല്ലൊരു സ്പെക്സ്. ആൻഡ് വില്ലൻ? ഓക്കെ, ഞാൻ വില്ലൻ അല്ല, വില്ലത്തി ലൊലീറ്റ. സർപ്രൈസ്. ഫസ്റ്റ് ഞാൻ എന്റെ ഹീറോയുടെ ക്വാളിറ്റീസ് ആദ്യം പറയാം. ഒരു ഹീറോയ്ക്ക് വേണ്ട ബേസിക് ക്വാളിറ്റീസ് പറയുന്നത്, ഒരു കാര്യത്തെ പറ്റി ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. അപ്പം എന്റെ ഹീറോയ്ക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട്. ആരെയും പറഞ്ഞ് പ്ലീസ് ചെയ്യാനും കൺവിൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് എന്റെ ഹീറോയ്ക്കുണ്ട്. സോ അവൾ എനിക്ക് ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ ഒരു ഇൻസ്പിറേഷൻ ആവാറുണ്ട്. സോ ദിസ് ഇസ് മൈ ഹീറോ. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ആളാണോ ബിഗ് ബോസിലെ ഹീറോ? ഒരിക്കലും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഡ്രീമിലേക്ക് എത്താൻ പോകുന്ന വഴിയിൽ പ്ലീസ് ചെയ്യണമെങ്കിൽ അവൾ അതും ചെയ്യും. മുന്നോട്ടുള്ള വഴിയിൽ സോനയൊരു തടസ്സമാണെന്നുണ്ടെങ്കിലോ ഷിബിന? സോനനെ ഞാൻ തട്ടി മാറ്റും. ഞാൻ അവിടെ തട്ടി മാറ്റാനായിട്ട് അതിന് മുന്നേ ഞാൻ അവളെ തട്ടും. എന്റെ കഥയിലെ വില്ലൻ ഇച്ചിരി വീക്കാണ്. ആൻഡ് കൂട്ടാളികളുള്ള വില്ലനെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി എതിർത്ത് തോപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സോ ഈ കഥയിൽ ഞാനാണ് ഹീറോ, ലൊലീറ്റയാണ് വില്ലത്തി. ഒരു വീക്ക് വില്ലൻ. എനിക്ക് ആ വീക്ക് വില്ലനെ ഒന്ന് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഈ കൂട്ടത്തിൽ ആ കഥയിൽ താങ്കൾ ഹീറോ ആണെങ്കിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള എതിരാളി അല്ലെങ്കിൽ ആ വില്ലത്തി എന്ന പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന ആള് ഈ കൂട്ടത്തിൽ ലൊലീറ്റയാണ്. ലൊലീറ്റയല്ല. പിന്നെ എങ്ങനെ വില്ലനായത്? പിന്നെ എങ്ങനെ വില്ലനായത്? താങ്കൾ ഹീറോ ആണെങ്കിൽ അവര് വില്ലനാണല്ലോ. വില്ലൻ ഹീറോയിനെ കട്ടക്ക് നിൽക്കുന്ന രണ്ടുപേര്. അങ്ങനെയല്ലേ? വില്ലൻ സ്ട്രോങ് ആണെന്ന് പറയാൻ ഈഗോ സമ്മതിക്കുന്നില്ല. എന്റെ വില്ലൻ സ്ട്രോങ് ആണെന്ന് പറയാൻ ഒരിക്കലും ഈഗോ സമ്മതിക്കാത്തല്ല. ഇപ്പൊ ഒരു കഥ, ഇപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഒരു വില്ലന്റെ ലൊലീറ്റയുടെ അടുത്തുള്ള മേജർ പ്രോബ്ലം എന്താ? ലൊലീറ്റയുടെ ടാക്ടിക്സ് എന്തെങ്കിലും ആണോ ഇവിടെ ലൊലീറ്റ യൂസ് ചെയ്യുന്നത്? ടാക്ടിക്സ് ഉണ്ട്. ഇച്ചിരി പുള്ളിക്കാരി ഇച്ചിരി കൺവിൻസ് ചെയ്ത് കൂട്ടത്തിൽ കുറച്ച് ആളുകളെ ചേർത്ത് ഭയങ്കരമായിട്ട് സേഫ് ഗെയിം കളിക്കും. എങ്ങനെ ആൾക്കാരെ ചേർക്കുന്ന ലൊലീറ്റ? ആൾക്കാരെ ചേർക്കുന്ന ചിലപ്പം ക്യൂട്ട്നെസ് കൊണ്ടായിരിക്കാം, ചിലപ്പം എന്താ പറയുന്നേ, കണ്ടില്ലേ ഇതുപോലെ കുറച്ച് ഞാൻ ക്യൂട്ടാണ് എന്നുള്ള ആ ഒരു സെറ്റപ്പ് ആയിരിക്കാം. സോനയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയാണോ? ജലസി അല്ല, സഹതാപമാണ്. സ്വന്തമായിട്ട് പൊരുതാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജയിച്ച് സേഫ് ആയിട്ട് പോണല്ലോ എന്നുള്ളൊരു. ഞങ്ങള് ക്യൂട്ട്നെസ് കണ്ട് കൺവിൻസ് ആയിട്ടില്ല. സോ ക്യൂട്ട്നെസ് കൊണ്ട് എന്ത് പ്രിവിലേജ് ഇവിടുന്ന് വേറെ കിട്ടിയിട്ടുള്ളത്? മറ്റുള്ളവരുടെ ഗെയിം, അതായത് കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ ഗെയിം. ആരെയാണ് പ്ലീസ് ചെയ്യുന്നത്? ഒന്ന് രാകേഷ് ഏട്ടൻ, ഒന്ന് ഷിജുലാൽ. അങ്ങനെ എനിക്ക് മെയിൻ ആയിട്ടും എനിക്ക് രണ്ടുപേരെയാണ് തോന്നിയിട്ടുള്ളത്. പെണ്ണിന്റെ ചന്തം കണ്ട വീഴുന്ന രണ്ട് മണ്ടന്മാരാന്ന് ഇവര് രണ്ടുപേരും. അങ്ങനല്ല. ഇപ്പൊ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഇവിടെ പെണ്ണിനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം രഞ്ജിൻ ചേച്ചി കുറച്ചു മുന്നേ ചോദിച്ച പോലെ ഭയങ്കര സ്ട്രോങ് കോമ്പറ്റേറ്റർ ആണോ? അതായത് വില്ലന്മാരുടെ സൈഡിൽ ഒരുപാട് വില്ലന്മാര് കാണും. അപ്പൊ ഈ ഹീറോയുടെ മെയിൻ പരിപാടി വെച്ചാൽ ചെറിയ വില്ലനെ തൊട്ട് ആദ്യം ബീറ്റ് ചെയ്ത് മെയിൻ വില്ലനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള വില്ലനെ മെയിൻ വില്ലൻ ആരാ? എൽദോ ചേട്ടൻ. അപ്പൊ ടാസ്ക് എന്തായിരുന്നു? അല്ല, ഞാൻ എന്റെ ടാസ്ക് എന്തായിരുന്നു? ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ വില്ലൻ ആരാണെന്ന് തോന്നുന്ന ആളെ വിളിച്ച് പൊട്ടുവെക്കാനല്ലേ പറഞ്ഞു? ഞാൻ ഹീറോ ആണെങ്കിൽ ഇവരെല്ലാവരും എനിക്ക് വില്ലന്മാരാണ്. അതിനകത്തുനിന്ന് ഞാൻ വീക്കസ്റ്റ് ആയിട്ടുള്ള വില്ലനെ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നു. You're not making any sense right now. എനിക്ക് ഫസ്റ്റ് എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി. ബേസിക്കലി യു ഡോണ്ട് ലൈക്ക് ഹർ. ലൊലീറ്റനെ ഇഷ്ടമല്ല. You're jealous of എനിക്ക് ജലസ് ഇല്ല. സോന ലൊലീറ്റ വില്ലനായി സോന എടുക്കുകയാണെങ്കിൽ ലൊലീറ്റ ആയിരിക്കണം ഏറ്റവും വലിയ വില്ലൻ. എനിക്കിതൊക്കെ കോംപ്ലിമെന്റ്സ് ആണ്. ഇവിടെ എന്നെക്കാട്ടും കൂടുതൽ എക്സ്പോസ്ഡ് ആയത് സോന ചേച്ചിയാണ്. ആൻഡ് ഈ സേഫ് കളി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഷിജുലാൽ ആണെങ്കിലും ആകേഷ് ചേട്ടനാണെങ്കിലും ഇവരെല്ലാവരും എനിക്ക് മുതിർന്നവരായതുകൊണ്ട് ഇവരെല്ലാവരും ഞാൻ ചേട്ടാ ചേച്ചി സോന ചേച്ചി ആ ഒരു ബന്ധത്തിലാണ് ഞാൻ കാണുന്നത്. അതും പറഞ്ഞ് തോന്നിയത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല. ഇപ്പോ സോന ചേച്ചി ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ അവരെ പിടിച്ചിട്ട് സേഫ് ഗെയിം കളിക്കുന്നു. ഈ സോന ചേച്ചി ഷാമും ഒരു അമ്മയും മോൻ സ്ട്രാറ്റജി ഇറക്കുന്നേ. സോന ചേച്ചി എന്ത് പറയുന്നു അതന്നെ ഷാം കേൾക്കും. ഇന്നേ വരെ സോനക്ക് ചേച്ചി എന്ന് വിളിക്കുന്നതേ ഇഷ്ടമല്ല. നൗ യു കോളിംഗ് ഹർ എ മദർ. ഞാനൊരു കുട്ടിയുടെ അമ്മയാണ്. പക്ഷെ ഇവിടുത്തെ ശ്യാമിന്റെ അമ്മയാണോ? അല്ലല്ലോ. ശ്യാമിന്റെ അമ്മയല്ല. ശ്യാമിന്റെ അമ്മയല്ലെന്ന് എനിക്കും അറിയാം, ശ്യാമിനും അറിയാം. ഇവിടെ ഇരിക്കുന്ന ആരും ഞങ്ങൾ എന്നോട് പറയണ്ട, ഞാനല്ലോ ലൊലീറ്റയാ പറഞ്ഞത്. ഇതുവരെ എന്നെ പോയിന്റ് അല്ലല്ല. എപ്പോഴും ഈ കുട്ടി പറയുന്നുണ്ടല്ലോ മുതിർന്നവര്. താങ്ക് യു വെരി മച്ച് ഗേൾസ്, ഐ ലവ് യു ഓൾ. ഓ, രണ്ടെണ്ണം കിട്ടിയോ? ലൊലീറ്റയ്ക്ക് ഓൾറെഡി 2. ഓക്കെ, താങ്ക് യു.